Praise the Lord. Hallelujah. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ആമേൻ. 57-ാം സങ്കീർത്തന വാക്യം പ്രതിവാക്യം വായിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. As we stand together, let us read Amen. Psalms 57. Amen. Responsively. Praise the Lord. Psalms 57. 57-ാം സങ്കീർത്തനം ആമേൻ. വാക്യം പ്രതിവാക്യം വായിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റാം. Praise the Lord. Psalms 57. 57. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. എന്റെ മനസ്സുറച്ചിരിക്കുന്നു ദൈവമേ, എന്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. അടുത്ത വാക്യം ഒരുമിച്ച് വായിക്കാം. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്റെ മനസ്സുറച്ചിരിക്കും. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ സ്തുതിക്കും. ഹല്ലേലൂയ. അവേ കർത്താവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും മഹത്വമാകട്ടെ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. തന്ന സങ്കീർത്തനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. എല്ലാവർക്കും ഇരിക്കാം. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ആമേൻ. സ്തോത്രം. ദൈവം തന്ന ഈ നല്ല സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. Praise the Lord. കൂടാതെ ആമേൻ സ്തോത്രം. അനേക ഗസ്റ്റുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞങ്ങളോടൊത്തായിരിക്കുന്നത് ഇമ്മാനുവൽ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിനോട് ഒരുമിച്ച് ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെല്ലാം സഭയുടെ പേരിൽ ആമേൻ സ്തോത്രം വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സണ്ണി ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ഹൈദരാബാദിൽ IPC ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുകയും അവിടുത്തെ ആമേൻ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസന്റെ പ്രിയ പത്നി ശൈല സണ്ണി ആമേൻ സ്തോത്രം. കുഞ്ഞുങ്ങൾ സോബിൻ കെ സണ്ണി, അക്ഷ സണ്ണി. Can you stand please one second? Praise the Lord. Hallelujah. ആമേൻ സ്തോത്രം. Praise the Lord. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. സാൻ ആന്റോണിയോയിൽ നിന്ന് ആമേൻ സ്തോത്രം. നമ്മുടെ ജോൺ ഐസക് പാസ്റ്ററെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും. ആമേൻ ഷൈജു വർഗീസ്. Can you please stand? ലോയിസ് വർഗീസ്. ആമേൻ മകൻ ഹാർലിൻ, ഹെലീന ആൻഡ് അക്സിബ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററിന്റെ സുഹൃത്തുക്കളാണ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ സുഹൃത്തുക്കൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരെയും ആമേൻ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ തന്നെ എൻ്റെ മകളും ആമേൻ മോൻ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാറയും ആമേൻ ഡാനിയലും അവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. അവർ എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ എൻ്റെ ബ്രദറിൻ്റെ മകൻ ആമേൻ ലാൻസ് തോമസ്, അവൻ്റെ വൈഫ് ഏഞ്ചല തോമസ്. പ്രൈസ് ദി ലോർഡ്. അവർ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ജ്യേഷ്ഠൻ്റെ മകൻ ആമേൻ ലിൻഡ ജോസ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് മോളെ. പ്രൈസ് ദി ലോർഡ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരാലാവോളം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മധ്യത്തിൽ ആമേൻ നമ്മൾ കഴിഞ്ഞ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആമേൻ സിബിൻ്റെ മാതാവും പിതാവും നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് അവർ കടന്നു വരുവാൻ ഇടയായി. യാത്രയിൽ പ്രൈസ് ദി ലോർഡ് കൂടെ ഇരുന്നു. സൗഖ്യത്തോടെ ക്ഷേമത്തോടെ കൊണ്ടുവന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. അവർ പേര് പറയാൻ ക്ലാക്സൺ, സുഷമ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നിങ്ങളോട് ആരാധിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ആമേൻ സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ടോമസ് ഷേനെ പ്രൈസ് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പ്രിയ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം പ്രൈസ് അനുഗ്രഹിക്കപ്പെട്ട ദൂത കർത്താവിന്റെ ദാസൻ അവരോട് നമുക്ക് കേൾക്കുവാനായിട്ട് ആമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ആമേൻ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ്
ആമേൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. 57 സങ്കീർത്തനം എല്ലാവർക്കും സുപരിചിതമായ സങ്കീർത്തനം. പ്രൈസ് ലോർഡ്. അതിൻ്റെ ആമേൻ ഹെഡിങ് തന്നെ നമ്മൾ വായിക്കുമ്പോൾ അറിയാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെപ്പറ്റി ആമേൻ ചില കാര്യങ്ങൾ സംസാരിപ്പാൻ ഇടയായി. പ്രൈസ് ലോർഡ്, സ്തോത്രം. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്. ആമേൻ ശൗല് ദാവീദിന്റെ അടുക്കൽ നിന്ന് ശൗല് ഓടിപ്പോയപ്പോൾ ആമേൻ രചിച്ച സങ്കീർത്തനം എന്നാണ് അതിനെ പറയുന്നത്. പ്രൈസ് ലോർഡ്. ആമേൻ സ്തോത്രം. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ശൗലിന്റെ അടുക്കൽ നിന്ന് ദാവീദ് ഓടിപ്പോയി. അങ്ങനെ പറഞ്ഞു നോക്കത്തില്ല. ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ ആമേൻ സ്തോത്രം ഒരു സങ്കീർത്തനമാണ്. അതിന്റെ ഹെഡിങ്ങിന് അവിടെ വായിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നാളിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇടയായതാണ്. എന്നാൽ ആമേൻ സ്തോത്രം അവിടെ എന്തിനാ ഓടിപ്പോയെന്ന് ചോദിച്ചാൽ 16-ാം അധ്യായത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്ത് ആമേൻ രാജസ്ഥാനത്തേക്ക് വേണ്ടി ആട്ടിടയനായിരുന്നവനെ കാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്ത് ആമേൻ സ്തോത്രം ഒരു അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ വിളി അവന്റെ മേൽ വന്നു. 17-ാം അധ്യായമായപ്പോൾ ആമേൻ സ്തോത്രം അവൻ ആട്ടിനെ മേയിക്കുന്നതിനോടൊപ്പം തന്നെ ആമേൻ സ്തോത്രം ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്ന ഒരു മല്ലനായ ഗോലിയാത്തിനെ കണ്ടിട്ട് അവനെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ സ്തോത്രം അവൻ തന്റെ ആയുധം വെച്ച് യഹോവയുടെ നാമത്തിൽ ചെന്ന് ആമേൻ സ്തോത്രം ആ മല്ലനായ ഗോലിയാത്തിനെ തകർക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ വന്നപ്പോൾ ആമേൻ സ്തോത്രം ശൗലിന്റെ കിങ്കരന്മാർക്കും ഒക്കെ ആമേൻ സ്വല്പം അസൂയ തോന്നി. ആമേൻ ഹല്ലേലൂയ. ആ സമയത്ത് അവനെ കൊല്ലുവാൻ അവർ ജനങ്ങൾ പാടാൻ തുടങ്ങി. എല്ലാവരും മല്ലന്മാരായ സൈന്യം അറച്ചു നിന്നപ്പോൾ അതിന്റെ മധ്യത്തിലേക്ക് ഈ ചെറുബാലൻ കടന്നു എന്ന് ഈ മല്ലനായ ഗോലിയാത്തിനെ ആമേൻ സ്തോത്രം തകർത്ത് കളഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ജനങ്ങൾ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇത് കേട്ട് സ്വല്പം അസൂയ തോന്നിയിട്ട് 19-ാം അധ്യായത്തിലേക്ക് 1 ശമൂവേലിന്റെ പുസ്തകം 19-ന്റെ 10 നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ സ്തോത്രം ശൗൽ ദാവീദിനെ 3-4 പ്രാവശ്യം ആമേൻ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിച്ചു. എന്നാൽ ആമേൻ സ്തോത്രം കർത്താവിന്റെ അഭിഷക്തനായതുകൊണ്ട് കർത്താവ് സുരക്ഷിതമായി അവനെ രക്ഷിച്ച് അവന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് രചിച്ച ഒരു സങ്കീർത്തനമാണ് ഇത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഇവിടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം എന്തോ ആപത്ത് വന്നാലും ആമേൻ ദാവീദ് പറയുന്ന ഒരു പദം അവിടെയാണ്. ആമേൻ സ്തോത്രം എന്നെ ഒത്തിരി ചിന്തിപ്പാൻ ഇടയായത്. ആമേൻ സ്തോത്രം ഏത് ആപത്ത് വന്നാലും പ്രതിസന്ധി വന്നാലും ആമേൻ ദാവീദ് പറയുക, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഞാൻ പാടും. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ദാവീദ് നീ ആവശ്യമില്ലാത്ത ഈ ആമേൻ സ്തോത്രം അല്ലെങ്കിൽ യുദ്ധത്തിനോ അല്ലെങ്കിൽ മല്ലുപിടുത്തത്തിനോ ഒക്കെ പോയത്? നിന്നെ ഏൽപ്പിച്ച ചില ആടുകളില്ലായിരുന്നോ? ആമേൻ സ്തോത്രം അവൻ ഇങ്ങനെ പറഞ്ഞത്, ആമേൻ സ്തോത്രം എന്നെ കർത്താവ് ഏൽപ്പിച്ച ആടുണ്ട് ശരിയാ, പക്ഷേ എന്റെ മേൽ ആ അഭിഷേകം വന്നപ്പോൾ, എന്റെ മേൽ ആ വിളിയും ദൗത്യം വന്നപ്പോൾ എനിക്കിത് കാണുവാനായിട്ട് കഴിഞ്ഞില്ല, സഹിപ്പാൻ കഴിഞ്ഞില്ല. ആമേൻ സ്തോത്രം വിളി വന്ന സമയത്ത് അവന്റെ ഹൃദയത്തിനൊരു മാറ്റമുണ്ടായി. മാത്രമല്ല ആമേൻ സ്തോത്രം അവന്റെ ചിന്താമണ്ഡലങ്ങൾക്കും ഒരു ചെറിയ മാറ്റമുണ്ടായി. അതിന്റെ അർത്ഥം വിളിയും തെരഞ്ഞെടുപ്പും നമ്മുടെ മധ്യത്തിലേക്ക് അല്ലെങ്കിൽ എന്റെ തലയിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു ദൗത്യം കടന്നു വരുമ്പോൾ, ഒരു വിളി കടന്നു വരുമ്പോൾ ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടാകണം, നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു മാറ്റം ഉണ്ടാകണം. അവൻ ഇങ്ങനെ മാറ്റമില്ലാത്ത ഒത്തിരി പേരുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ദൗത്യം, ഒരു വിളി എന്റെ മേലുണ്ടെങ്കിൽ കർത്താവേ ഹല്ലേലൂയ എന്റെ ഹൃദയത്തിനകത്ത് ഒരു മാറ്റമുണ്ടായി, എന്റെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടായി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇസ്രായേലിന്റെ സൈന്യാധിപനായ യഹോവയെ നിന്ദിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം പുതിയ ദൗത്യത്തിൽ അവൻ പറയുക, എനിക്കിത് കണ്ടിരിക്കാൻ കഴിയുകയില്ല. എന്റെ ഹൃദയത്തിന് ഒരു മാറ്റമുണ്ടായി. ആടുകളെ കുറിച്ചാണ് എനിക്ക് ചിന്തയുണ്ടെങ്കിലും ആമേൻ സ്തോത്രം എന്റെ ചിന്ത മാറിപ്പോയത് എന്റെ ദൈവത്തിന്റെ മഹത്വം എനിക്ക് കാണണം. Praise the Lord. ഈ സൈന്യം ഇസ്രായേലിന്റെ സൈന്യത്തെ അവൻ നിന്ദിക്കുമ്പോൾ ആകാശത്തോളം ഉയർന്നിരിക്കുന്ന ദൈവത്തെ മറന്ന് അവന്റെ മഹത്വത്തെ മറന്ന് എനിക്കിരിക്കാൻ കഴിയുകയില്ല. അതാണ് അവനിലുണ്ടായ മാറ്റം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ അവൻ നമ്മുടെ നേരെ നമ്മളെ വിളിച്ചു വേർതിരിച്ച ദൈവം വിളിയുടെ ആശ എന്തെന്ന് മനസ്സിലാക്കി പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മങ്ങി മയങ്ങി വിളിക്കുവാനല്ല, മറിച്ച് ആകാശത്തോളം ഉയർന്നിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഞാൻ ആരാധിക്കും, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും എന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം നമുക്കിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിന് ഒരു മാറ്റമുണ്ടായി.
ഭീഷണി കേട്ടിട്ട് ഒതുങ്ങിയിരിക്കാനല്ല. ശൗലിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഭയപ്പെട്ടവൻ പറയുക, ഈ ആപത്തുകൾ ഒഴിയുവോളം എനിക്ക് ശരണം പ്രാപിക്കാൻ ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കും, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ഇന്ന് പകൽക്കാലം നമുക്കും അത് ആവശ്യം. ദൈവമക്കളെ, ഒരു വിളി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, ആകാശത്തോളം ഉയർന്നിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും, ഭീഷണിയുടെ മധ്യത്തിലും, രോഗത്തിന്റെ മധ്യത്തിലും നമുക്ക് എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ കഴിയണം. കാരണം എനിക്ക് വലുത് എന്റെ ദൈവത്തിന്റെ മഹത്വമാ. അത് ഭൂമിയിൽ പരക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ദൈവവിളി ഉണ്ടായാൽ ഒരു മാറ്റം നമുക്കുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിലെ ചിന്താഗതികൾക്കും നമ്മുടെ ഇടപാടുകൾക്കും. ആമേൻ. രാവിലെ വ്യക്തമായി ബൈബിൾ ക്ലാസ്സിൽ കേട്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സന്ദേശം പാസ്റ്റർ പറഞ്ഞതിന് താല്പര്യം അതാ. പ്രിയപ്പെട്ടവരെ, നമ്മളെ വിളിച്ചു വേർതിരിച്ചത് സമാധാനം ഉണ്ടാക്കുന്നവരായി. ആമേൻ. ഹല്ലേലൂയ. എവിടെയും നമ്മുടെ ഹൃദയത്തിന് ഒരു മാറ്റം വന്നു, നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു മാറ്റം വന്നു. ഇതൊന്നും എന്നെ ഏശുകയില്ല, ഇതൊന്നും എന്നെ തളർത്തുകയില്ല, ഈ രോഗം എന്നെ തളർത്തില്ല, ഈ നിന്ന എന്നെ തകർക്കുകയില്ല, ഞാൻ പാടും, എന്റെ മനസ്സുറച്ചിരിക്കുകയാ എന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം, എക്സോഡസ് ചാപ്റ്റർ 2:1, അവിടെ ഒരു ലേവ്യൻ എഴുന്നേറ്റ്, ആമേൻ സ്തോത്രം, ലേവ്യ കന്യകയെ പോയി പരിഗ്രഹിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ടായി. എന്നാ വലിയ ചരിത്രം! വേദ പുസ്തകത്തിൽ ഇങ്ങനെ ചരിത്രം എഴുതുമ്പോൾ ഒരു ലേവ്യൻ എഴുന്നേറ്റ് പോയി ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു, അവർക്കൊരു കുഞ്ഞുണ്ടായി. ഇത് വേദപുസ്തകത്തിലെ ആമേ അത്ഭുതമായ വചനത്തിൽ, അല്ലെങ്കിൽ ആമേ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ട ഈ വചനത്തിൽ ഈ ഒരു ചരിത്രം വരാൻ കാര്യം എന്താ? ആമേ, ഇത് നടക്കുന്നത് സ്വാഭാവികമല്ലേ? അല്ല. 1:22 നാം നോക്കുമ്പോൾ 1:22 അവിടെ ആമേ സ്തോത്രം ഹല്ലേലൂയ, അവനായിരുന്ന ദേശത്തെ ഫറവോന്റെ രാജാവിന്റെ കൽപ്പന വന്നു. ആമേ സ്തോത്രം, ഇനി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇസ്രായേൽ മക്കളുടെ പെരുപ്പം കാരണം ആമേ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇനി ഉണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ ഒക്കെയും നദിയിൽ എറിഞ്ഞ് കൊല്ലണം. പ്രൈസ് ദി ലോർഡ്. ആരും പുറത്തിറങ്ങാൻ തയ്യാറാകാത്ത ഒരു സമയം, ആരും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ഭയമാ. എന്നാൽ അവൻ എഴുന്നേറ്റു. കാരണം മറ്റൊന്നുമല്ല, അവന്റെ അകത്തൊരു ഉൾവിളി കർത്താവ് കൊടുത്തു. ആമേൻ സ്തോത്രം. ഈ അന്ധകാരത്തിൽ നിന്നോ ഈ അടിമത്തത്തിൽ നിന്ന് എന്റെ ജനത്തെ വിടുവിക്കുവാൻ ഒരു ഡെലിവററെ, ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്ക് ആവശ്യമുണ്ട്. അവൻ ആ വിളി കേട്ടപ്പോൾ അവൻ പറയും, എന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം വന്നു, എന്റെ ചിന്താഗതികൾ മാറി, ഞാൻ ആരെയും ഭയപ്പെടുകയില്ല, എന്റെ മനസ്സുറച്ചിരിക്കുക, എനിക്ക് വേണ്ടത് എന്റെ ദൈവത്തിന്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. അതാ അവനെ പ്രേരിപ്പിച്ചത്. ആ വിളിയാണ്, ദൈവത്തിന്റെ വിളി അവങ്കിലേക്ക് വന്നു. അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവന്റെ രാജാവിന്റെ കൽപ്പന മീതെ ഉയർന്നു നിൽക്കുമ്പോൾ അവന്റെ ദൈവത്തിന്റെ കൽപ്പന അകത്ത് കടന്ന് മുഴങ്ങുകയാ. എനിക്കൊരുവനെ ആവശ്യമുണ്ട്, ആരാണ് എനിക്ക് വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞ് അവനെ വിളിച്ചപ്പോൾ ആ വിളിയിൽ അവന്റെ ഹൃദയത്തിനൊരു മാറ്റമുണ്ടായി, ചിന്തകൾക്ക് മാറ്റമുണ്ടായി. ഒരു ഭീഷണിയും എന്നെ തകർക്കുവാൻ, എന്നെ നിർത്തുവാൻ കഴിയുകയില്ല. ഞാൻ എഴുന്നേൽക്കും, ഞാൻ പുറപ്പെടും. അവനും പറഞ്ഞു കാണും, അതെ, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പാടും, ഞാൻ എഴുന്നേറ്റ് ചെല്ലും. ആമേൻ. ആകാശത്തിന് മീതെ ഉയർന്നിരിക്കുന്ന യഹോവയുടെ നാമം ഈ ഭൂമിയൊക്കെയും മഹത്വപ്പെടേണ്ടതിന് ഞാൻ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാക്കുകളെ ഉപസംഹരിക്കാതെ മക്കളെ, ആമേൻ, ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ അടിമകളാകുന്ന അന്ധകാരത്തിൽ നിന്ന്, അവൻ സാത്താന്റെ ബന്ധനത്തിലുള്ള ലോകത്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് പോകാനുള്ള വിളി വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് രാവിലെ ഇംഗ്ലീഷ് കോളേജിൽ പാടിയതാ. എന്റെ കർത്താവ് പ്രത്യക്ഷപ്പെടാറായി. ഒരു വിളി വരുന്നുണ്ട്. ആ വിളി ഹൃദയത്തിൽ മുഴങ്ങുന്നുവെങ്കിൽ ഈ ലേവിന് പാടാൻ അറിയത്തില്ല, അവന് പ്രസംഗിക്കാൻ അറിയത്തില്ല, അവന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അവൻ അടിമയായിരുന്നു. അവൻ ഒന്നറിയാം, ഈ വിളി എന്റെ ഹൃദയത്തിൽ മുഴങ്ങുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഒന്ന് എഴുന്നേൽക്കണം. ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ. എന്തിനാ നീ എഴുന്നേൽക്കുന്നത്? കിഞ്ഞാനം പറയാനില്ല. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഭൂമിയിൽ പരക്കുവാൻ ഞാൻ എഴുന്നേൽക്കും, ഞാൻ സ്തുതിക്കും, ഞാൻ പാടും, ഞാൻ ആരാധിക്കും. ഉയരത്തിലെ കർത്താവിന്റെ വിളി, അവന്റെ വരവ് ഈ ലോകത്തിന്റെ അന്ധകാരത്തിൽ നിന്ന്, അധിപന്റെ കയ്യിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലേക്കുള്ള ഒരു വിളി വരുന്നുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ. പാടാൻ അറിയത്തില്ലായിരിക്കാം, പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കാം, പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കാം, പക്ഷെ ഒന്നറിയാം, ആ വിളി എന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നു. ഞാൻ എഴുന്നേൽക്കും. ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ഇന്ന് കൊടുക്കുന്ന മഹത്വം പോരാ, ഇന്ന് കൊടുക്കുന്ന ആരാധന പോരാ, ഇന്ന് കാണുന്ന വിശുദ്ധി പോരാ, ഇന്ന് കാണുന്ന പ്രാർത്ഥന പോരാ. ഇരിക്കുന്ന ഇരിപ്പിൽ സംതൃപ്തി അടയുന്നെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ. കർത്താവേ, നിന്റെ വിളി വരുന്നുണ്ട്, അത് മുഴങ്ങുന്നു. നിന്റെ നാമം മഹത്വപ്പെടട്ടെ. അതിനെ ആരാധിപ്പാൻ, സ്തുതിക്കുവാൻ ഇന്ന് പകരം എഴുന്നേൽക്കാൻ ദൈവമക്കളെ. അവന്റെ വിളി മുഴങ്ങുമ്പോൾ നിന്നെ നിന്ദിക്കുന്ന നിന്ന ഇതിന് തടസ്സമാകരുത്. ഞാൻ ആരാധിക്കും, പാടും. നിന്റെ മനസ്സിനെ ഉലച്ചു കളയുന്ന രോഗം ഇതിന് തടസ്സമാകരുത്. കടഭാരം ഇതിന് തടസ്സമാകരുത്. തലമുറയുടെ വിഷയം തടസ്സമാകരുത്. വേദന തടസ്സമാകരുത്. നിരാശ തടസ്സമാകരുത്. നീ പറയണം, ആ വിളി മുഴങ്ങുകയാ, ഞാൻ എഴുന്നേൽക്കും. എന്തിനു വേണ്ടി? ഇതിനെയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം കരേറ്റു, ഞാൻ ദൈവത്തെ സ്തുതിക്കൂ. എന്റെ മനസ്സ് വച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആ വിളി നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് മുഴങ്ങട്ടെ. ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. ചിന്താഗതികൾക്ക് ഒരു മാറ്റം വരട്ടെ. രോഗത്തിന്റെ കാഠിന്യത്തിൽ, വേദനയുടെ കാഠിന്യത്തിൽ, നിരാശയുടെ കാഠിന്യത്തിൽ, നിന്ദയുടെ കാഠിന്യത്തിൽ പിറുപിറുത്ത് മാറിയിരിക്കുവാനല്ല, എന്റെ മനസ്സുറച്ചിരിക്കുന്നു. കാരണം ആ ലോകത്തിന്റെ രാജാവിന്റെ വിളി എന്റെ ഹൃദയത്തിൽ മുഴങ്ങുകയാ. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്നെ എതിരേൽപ്പ. എന്റെ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി. നമ്മളെ നിന്ന് സമർപ്പിക്കാം. എനിക്കൊന്നും അറിയത്തില്ല കർത്താവേ, പക്ഷെ ഒന്നറിയാം, വിളി വരുന്നുണ്ട്. എന്റെ ഹൃദയത്തിന് മാറ്റം വരണം. ചിന്തകൾക്ക് മാറ്റം വന്നു എന്റെ ദൈവത്തെ ആരാധിപ്പാൻ. ഇപ്പോഴായിരിക്കുന്ന 10 പേരുടെ ആരാധനയിൽ നിന്ന് ദൈവം മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ആകാശത്തോളം ഉയർന്നിരിക്കുന്ന ഈ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ പരക്കുവാൻ ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കും. എന്നിലൂടെ എന്റെ പിതാവ് മഹത്വപ്പെടും. എന്നിലൂടെ എന്റെ പിതാവ് മഹത്വപ്പെടും. അതിനായി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസനെ